ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഏകദേശം ഇപ്പോൾ ഒരാഴ്ച ആയില്ല നമ്മളൊന്ന് കണ്ടിട്ട്. ഞാൻ സത്യം പറഞ്ഞ ആ ഒരാഴ്ച ഭയങ്കര ബിസി ആയിരുന്നു. കാരണം സാറ്റർഡേ ടു ഫ്രൈഡേ എന്നുള്ള രീതിയിൽ ഒരു വീക്കായിട്ട് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ആ ഒരു ആഴ്ച ഞാൻ 5 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കാകെ 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവധി. ആ ഒരു 5 ദിവസം ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ അതുപോലെ ടയേർഡായിട്ടാണ് ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കുന്നത്. പിന്നെ വ്ളോഗ് എടുക്കുന്ന എൻ്റെ മൂഡിനും കൂടി നല്ലതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് വ്ളോഗ് എടുക്കാനായിട്ട് ഇഷ്ടം. എന്തായാലും നമുക്ക് ഡെയിലി റൂട്ടീൻസ് ഇന്ന് ആദ്യത്തെ റൂട്ടീൻ തന്നെ തുടങ്ങാം. നമ്മുടെ തുണിയെല്ലാം വാഷ് ചെയ്യണം. ഈ ഒരു 5 ദിവസം ഞാൻ ഇട്ട തുണികളെല്ലാം എനിക്ക് വാഷ് ചെയ്തെടുത്താലേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് ആകെ ഇനി 2 ദിവസം അവധിയുള്ളൂ. അപ്പം ഞാൻ ഇൻട്രോ പറഞ്ഞ് വൈബിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞില്ലെന്നോ, ആ ഒരു 5 ദിവസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് 2 ദിവസം അവധി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 2 ദിവസം എനിക്ക് ഒരുമിച്ചല്ലായിരുന്നു കേട്ടോ. ഒരു ദിവസം വേറൊരു ടൈമിലും മറ്റൊരു ദിവസം വേറൊരു ടൈമിലും കൂടെ ആയിരുന്നു. അതിൽ ഒരു ദിവസത്തെ അവധി ഞങ്ങൾ 2 പേരും ഒരു സ്ഥലം വരെ പോകേണ്ടിയും വന്നു. കാരണം അവിടെ ഒരു അത്യാവശ്യം ആയതുകൊണ്ടാണ് ആ ഒരു സ്ഥലം വരെ പോയത്. പക്ഷെ അന്നത്തെ ആ ദിവസം ഞാൻ വ്ളോഗേ എടുത്തിട്ടില്ല. കാരണം എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള ഒരു മൂഡേ അല്ലായിരുന്നു. എന്തായാലും ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചൊരു കാര്യം, ഇന്ന് ഞാൻ എന്തായാലും പുറത്തു പോകുന്നുള്ളത്. കാരണം എനിക്ക് എന്തായാലും ഒരു ചേഞ്ച് വേണമെന്നുള്ള അത്യാവശ്യമായിരുന്നു. ഇതെനിക്ക് ഇന്നലെ ഒരാൾ കൊണ്ടുവന്ന ഒരു കേക്കാണ്. ട്രിപ്പിൾ ചോക്ലേറ്റ് ട്യൂലിപ്പ് മഫിൻ എന്നാണ് ഇതിനെ പറയുന്നത്. നല്ല അടിപൊളി ഒരു കേക്കായിരുന്നു. എന്തായാലും ആദ്യം നമുക്ക് ഒരു കോഫിയിൽ അങ്ങോട്ട് തുടങ്ങാം. ഇന്ന് അച്ചുവിൻ്റെ നൈറ്റാണ്. പതിവ് പോലെ അച്ചുവിന് എപ്പോഴെപ്പോഴും നൈറ്റാണ് ഇങ്ങനെയൊക്കെ വരാറുള്ളത്. എന്തായാലും ഞാൻ എനിക്ക് വേണ്ടി കോഫിയൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാൻ രാവിലെ ഓർത്തു ഒരു റാപ്പ് എന്തായാലും ഇരിപ്പുണ്ട്, പിന്നെ 5 നഗറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നഗറ്റ്സും റാപ്പും കൂടി ചേർത്തിട്ട് ഒരു സാൻഡ്വിച്ച് രീതിയിൽ അങ്ങ് ഉണ്ടാക്കിയല്ലോ എന്നുള്ളത്. ഇത് ഞാൻ നേരത്തെ ഒരു വ്ളോഗ് കാണിച്ചിട്ടുണ്ട്. ഇതിന് തന്നെ ഒരു ഡൂപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ചേട്ടൻ്റെ വീട്ടിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, KFC ചിക്കൻ വെച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ആ സെയിം രീതി തന്നെ കേട്ടോ ഞാൻ ഇവിടെയും ചെയ്യുന്നത്. നഗറ്റ്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ചീസൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തെടുത്തിട്ട് 1 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കി വെക്കുകയാണ്. ഞാൻ ആദ്യം ഓർത്ത് ബിസ്ക്കറ്റും കോഫിയും തിന്നാലോ എന്നാണ്. പിന്നെ ഞാൻ ഓർത്ത് ബിസ്ക്കറ്റ് വേണ്ട, എന്നാൽ പിന്നെ ചോക്കോസ് എടുക്കാമെന്നാണ്. പിന്നെ അവിടുത്തെ ചോക്കോസ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കോഫി കുടിക്കാനായിട്ട് തോന്നത്തില്ല. എനിക്ക് പക്ഷേ ഇന്ന് കോഫി കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ നമുക്ക് റാപ്പ് ഉണ്ടാക്കാമെന്നുള്ളത്. കാരണം റാപ്പ് ഒറ്റ ഒരെണ്ണമായിട്ട് മാത്രമായിരുന്നു അവിടെ ഇരുന്നത്. എന്നാൽ പിന്നെ അതും കൂടി ഞാൻ ഇന്ന് എടുത്ത് തീർക്കാമെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരാഴ്ച ഫുഡൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഇടയ്ക്ക് അച്ചു ചിക്കൻ കറിയും ചോറൊക്കെ വെച്ചു. കറികളും തോരനൊന്നും അച്ചു അങ്ങനെ വെക്കാറൊന്നുമില്ല. ഈ 2 കാര്യങ്ങൾ മാത്രമേ വെക്കാറുള്ളൂ. അപ്പം അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇടയ്ക്കുന്ന റാപ്പൊക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ ഒരു റാപ്പ് മാത്രം ഒറ്റയായിട്ട് വന്നത്. അങ്ങനെ ആ ഒരു റാപ്പ് ഞാൻ ഇന്ന് തീർക്കാമെന്ന് വെച്ചു. ഇന്നെന്തായാലും ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്യത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. കാരണം എനിക്ക് കിച്ചണിൽ നിന്ന് ഒരു റെസ്റ്റൊക്കെ വേണം. അപ്പോൾ ഞാൻ ഓർത്ത് നാളെ കുക്കിംഗ് ചെയ്യാന്നുള്ളത്. നാളെ എനിക്ക് അവധിയാണ്. അപ്പോൾ പിന്നെ നാളെ എന്തായാലും മൊത്തത്തിൽ അങ്ങോട്ട് കുക്കിംഗ് ചെയ്യാമെന്ന് വെച്ച് ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കെന്തോ ഈ ഒരു 5 ദിവസത്തെ ക്ഷീണം അങ്ങോട്ട് തീർക്കാൻ വേണ്ടി എനിക്കൊരു ഉച്ച വരെ കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഒരു 9 മണി ആകുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നേക്കും. ഞാൻ ഒരു ടൈം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു 10 മണി വരെയാണ് ഞാൻ ഡെഡ് ലൈൻ വെച്ചേക്കുന്നത്. 10 മണി വരെ അങ്ങനെ എപ്പോഴും പോകാറൊന്നുമില്ല. ആകെ ഒറ്റ ദിവസം മാത്രം കണ്ടുള്ളൂ 10 മണി വരെ പോയത്. ബാക്കി ദിവസങ്ങളെല്ലാം 9 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എഴുന്നേറ്റൊക്കെ വരും. എനിക്ക് ഈ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയാൽ അല്ലെങ്കിൽ ഉച്ച വരെ കിടന്നുറങ്ങിയാലൊക്കെ എനിക്ക് പിന്നെ പ്രശ്നം വരുന്നത് രാത്രിയായിരിക്കും. ഞാൻ രാത്രി പിന്നെ ഉറങ്ങത്തേ ഇല്ല. ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഉണർന്നേക്കി ഇരിക്കുന്നത്. അപ്പം ഞാൻ ഒരു ടൈം ലിമിറ്റ് ഞാൻ വെക്കാറുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നതിന്. അപ്പം അതിനനുസരിച്ച് എനിക്ക് രാത്രിയിൽ അങ്ങനെ ഉറക്കം വരികയും ചെയ്യും. പക്ഷെ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അച്ചു ഏത് സമയത്ത് എവിടെ കിടന്നാലും ഉറക്കം വരും. അതാണ് അച്ഛൻ്റെ ഒരു സ്വഭാവം. അത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊതിയൊക്കെ വരാറുണ്ട്. ഞാൻ ഇങ്ങനെ ഒന്ന് ഉറങ്ങിയായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നുള്ളത്. കാരണം എനിക്ക് ഈ ഉറക്കമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. എൻ്റെ ഉറക്കം ഒരിക്കലും ശരിയാവാറില്ല. ഒരു കുഞ്ഞു ശബ്ദം വന്നതിന് ഞാൻ എഴുന്നേക്കും. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലോട്ട് മാറിക്കിടന്നതിന് ഞാൻ അന്നേരം ഉറങ്ങത്തില്ല. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് എൻ്റെ ഫാമിലിയിലുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്നൊരു കാര്യം ഈ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നമായിരിക്കും. ഇത്രയും ദിവസം ഞാൻ ബിസി ആയതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കേട്ടോ. നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ 2 പ്ലാന്റുകളൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ബാക്കി പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. ആ 2 ഉണങ്ങി വന്ന പ്ലാന്റ്സിന് എങ്ങനെയൊന്ന് ശരിയാക്കി എടുക്കണം. അതിൻ്റെ മുന്നേ ഞാൻ ഓർത്തൊന്ന് വെളിയിലോട്ടൊന്ന് പോയി ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയെന്ന് വരാമെന്നുള്ളത്. എന്തായാലും കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനും കൂടി ഉണ്ട്. അങ്ങനെ ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ആ ഫോൺ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത്. ആദ്യം ഒരു കുഞ്ഞ് പാലൊക്കെ മേടിച്ചു. സാധാരണ നമ്മൾ ഇച്ചിരി ഫാറ്റ് ആയിട്ടുള്ളൊരു മിൽക്കാണ് മേടിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാനൊരു മെലിഞ്ഞ മിൽക്കാണ് കേട്ടോ മേടിച്ചത്.
പിന്നെ ഈ യോഗോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ മേടിച്ചു. ചിക്കൻ ഞാൻ ഈ പ്രാവശ്യം തൈസ് പീസസ് ആണ് മേടിച്ചത്. യൂഷ്വലി ഒന്നിൽ നമ്മൾ ഹോൾ ചിക്കൻ മേടിക്കും, അല്ലെങ്കിൽ സ്കിന്നോടെ ഉള്ള ചിക്കൻ ആയിരിക്കും മേടിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ സ്കിന്നില്ലാത്ത ചിക്കനാണ് മേടിച്ചത്. കാരണം അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പറിച്ചെടുക്കാനായിട്ട് എനിക്കിനി വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ മേടിച്ചത്. പിന്നെ നമ്മൾ മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു, മുട്ടയൊക്കെ തീർന്നായിരുന്നു. പിന്നെ ചിക്കൻ ഗ്രേവി ഗ്രാനുവൽസ് എന്ന് പറഞ്ഞ ആ ഒരു സാധനം മേടിച്ചു. പിന്നെ കുറച്ച് ഉള്ളി മേടിച്ചു, പച്ചമുളക് മേടിച്ചു. ചിക്കൻ ഗ്രേവി ഗ്രാനുവൽസ് ഞാൻ യൂഷ്വലി മേടിക്കാത്തൊരു സാധനമാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനതിന് മേടിച്ചതെന്ന് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ചിക്കൻ്റെ തൈ പീസസും കൂടി ഞാൻ മേടിച്ചത്. അതെപ്പോഴേലും ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ആ ചെടിച്ചട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉണങ്ങിയ പ്ലാന്റ് ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ, അത് ഞാൻ രാത്രി തൊടാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഉള്ളിയുടെ ബാസ്ക്കറ്റ്സിലെടുത്ത് വെച്ചു. പിന്നെ പച്ചമുളക് അതിൻ്റെ കവറോടൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ ബോക്സിനകത്തങ്ങ് എടുത്ത് വെച്ചു. ഇത് ഞാൻ എപ്പോഴും അപ്പം ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. കാരണം എനിക്ക് അന്നേരം ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. പിന്നെ അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് അടുക്കി ഒരുമിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്വസ്ഥതയൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ മീൻ കറി വെക്കാനായിട്ട് 4 മത്തി കഷ്ണങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് ട്യൂണയുടെ ആ ഒരു സാധനത്തിനകത്ത് വരുന്നത്. പിന്നെ ഞാൻ ജിഞ്ചർ പൗഡറും പിന്നെ ഗാർലിക് പൗഡറും പിന്നെ ചൈനീസ് മിക്സ്ഡ് സ്പൈസസ് പറഞ്ഞ ആ 3 പൗഡേഴ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മേടിക്കാനായിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷെ ഞാൻ അവിടെ നോക്കിയിട്ട് അവിടെയൊന്നും കണ്ടില്ല. അങ്ങനെ ആ സ്പൈസസ് എല്ലാം ഇവിടെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സ്പൈസിൻ്റെ സ്പേസ് കാണാനായിട്ട് നല്ല രസമില്ലേ. പിന്നെ അതിൻ്റെ മുന്നേ പ്ലാന്റ്സ് കൂടി വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടാണ് ആ ഒരു സ്ഥലം ഇരിക്കുന്നത്. അങ്ങനെ എല്ലാം കൂടി ഒന്ന് അടുക്കി ഒതുക്കിയൊക്കെ ഒന്ന് വന്നപ്പോഴത്തേക്കും ഏകദേശം സന്ധ്യയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കർട്ടൻസ് ഒക്കെ ഒന്ന് അടയ്ക്കാം. ഇതിനിടയ്ക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. എന്തായാലും ഇത് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സൂത്രം ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. സൂത്രം ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പിന്നെ അങ്ങോട്ട് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന്. എന്തായാലും ഞാൻ പറഞ്ഞ് അങ്ങോട്ട് ലാഗ് അടുപ്പിക്കുന്നില്ല. ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നതാണ് ഉള്ളിവട. അപ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാർക്കറിയാം എനിക്ക് ഉള്ളി ഇഷ്ടമേ അല്ല. ഉള്ളിവട പക്ഷേ എനിക്ക് തിന്നാനായിട്ട് കുറച്ച് ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ആദ്യമായിട്ടാണ് ഉള്ളിവട ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഇന്ന് വരെ ആരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്, ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഒറ്റ ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഉള്ളി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റ ഉള്ളിയായിട്ട് മാത്രം എടുത്തത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. പിന്നെ നമുക്ക് ജിഞ്ചർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജിഞ്ചർ പൗഡറാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ വേണമായിരുന്നു, അതൊന്നും ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല. ആകെ ഉള്ളി മാത്രമേ ഞാൻ അരിഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പൊടികളാണ് അങ്ങോട്ട് തട്ടിയത്. പിന്നെ ഉപ്പ് കുറച്ച് കൂടിപ്പോയി, ബാക്കിയെല്ലാം കറക്റ്റായിട്ടാണ് വന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനെല്ലാം ഒന്ന് സെറ്റൊക്കെ ചെയ്ത് എണ്ണയ്ക്കകത്ത് ഇട്ടുന്ന ഫ്രൈ ഒക്കെ ചെയ്തൊക്കെ എടുത്ത് കളറൊക്കെ സെയിം ആയിട്ടാണ് വന്നത്. ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഉപ്പിൻ്റെ മാത്രം ഒന്ന് കുറച്ച് ടേസ്റ്റ് കൂടിപ്പോയി. ബാക്കിയെല്ലാം സെറ്റൊക്കെ ആയിട്ടാണ് വന്നത്. ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ അച്ഛനും ഉണ്ടാക്കി കൊടുത്തതിന് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്തുന്ന നമ്മുടെ ആ ഉണങ്ങിയ 2 ചെടികളുണ്ടല്ലോ, അതിനെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാമെന്നുള്ളത്. അങ്ങനെ അതിന് മുന്നേ ഞാൻ പണ്ടെങ്ങാണ്ട് മേടിച്ച് വെച്ചൊരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുക്കാമെന്ന് വെച്ചു. വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് അതിനകത്ത് റീപ്ലേസ് ചെയ്ത് വെക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി ഞാൻ തെമൂന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ഓർക്കുന്നില്ല ഇതിന് എത്ര ആയിരുന്നു എന്നുള്ളത്. എനിക്ക് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഗിറ്റാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഡിസൈൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ തെമൂന്ന് അന്ന് മേടിച്ചത്. പിന്നെ അതിനകത്ത് നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ മറ്റേ 2 പ്ലാന്റ് ഉണ്ടല്ലോ, ആ പോയ പ്ലാന്റ്, അത് ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. കാരണം അതിന് ഒരു രക്ഷയില്ല എന്നൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ആ 2 പ്ലാന്റ്സ് കളഞ്ഞപ്പോഴത്തേക്കും നമുക്കിപ്പം ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ടുള്ളത് ആകെ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ പേർപ്പിളിൽ നിന്ന് വന്ന ആ ഒരു പെട്ടി തുറക്കാന്നുള്ളത്. പേർപ്പിളിൽ നിന്ന് ഇപ്പോഴൊന്നും വന്ന് പെട്ടിയല്ല കേട്ടോ, ഇത് അമ്മ വന്ന ടൈമിൽ അമ്മ കൊണ്ടുവന്ന് പെട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് തുറന്നിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇതൊന്ന് തുറക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇതിനെ പറ്റി ഞാൻ മറന്നും പോയായിരുന്നു. ഇതൊരു സൈഡിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അന്ന് ഞാൻ തുറക്കാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ സൈഡിലോട്ട് വെച്ചതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം മറന്നുപോയി. പിന്നെ ഇന്ന് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു സൈഡിലോട്ട് പോയപ്പോഴാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്തുന്നത് പിന്നെ ഇന്ന് അങ്ങ് അൺബോക്സ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു കാമസിയുടെ ഫേസ് റേസറാണ് മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഡെർമോഡോക്കിൻ്റെ അണ്ടർആം ട്രീറ്റ്മെൻറ്റ് ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ, സ്പ്രേയോ ക്രീമോ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഡെർമോഡോക്കിൻ്റെ നൈറ്റ് ക്രീം തന്നെ മേടിച്ചിട്ടുമുണ്ട്. വിഷ്കാൻ്റെ ലിപ് ബാമും പ്ലമ്മിൻ്റെ ബീട്രൂട്ട് ലിപ് ബാമും കൂടെയാണ് ഞാൻ മേടിച്ചത്. ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. യൂഷ്വലി ഞാൻ ഒത്തിരി സാധനങ്ങൾ മേടിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയതുകൊണ്ട് ഞാൻ കുറച്ചേറെ സാധനങ്ങൾ മേടിച്ചിട്ടായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ അതൊന്നും തീർന്നിട്ടില്ല, ഇപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അമ്മ വരുന്നതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലിപ് ബാം ഞാൻ ട്രൈ ചെയ്യാനായിട്ടാണ് മേടിച്ചത്. അതെങ്ങനെയാണ് പിഗ്മെൻറ്റേഷനൊക്കെ മാറുമെന്നുള്ളത്. കാരണം എൻ്റെ ലിപ്സിലും കുറച്ച് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പിഗ്മെൻറ്റേഷനൊക്കെ എടുത്ത് കളയുമെന്നുള്ളത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അങ്ങനെ പേർപ്പിൾ ബോക്സ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു ഏതെങ്കിലും ഒരു എസൻസ് ഓയിൽ നമ്മുടെ ആ റീഡ് ഡിഫ്യൂസർ ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയത് അതിനകത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാന്നുള്ളത്. ഈ പ്രാവശ്യം ഞാൻ യുക്കാലിപ്റ്റസ് എന്ന് പറഞ്ഞ ആ ഒരു എസൻസ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അതൊഴിച്ച് കഴിഞ്ഞിട്ട് ആ റീഡ് ഡിഫ്യൂസർ ഞാൻ കിച്ചണിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അതിൻ്റെ ഒരു സാന്റാക്ലോസിൻ്റെ ക്യാൻഡിൽ ഞാൻ കത്തിച്ചും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു കുഞ്ഞു വ്ളോഗ് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം നാളെ ഞാൻ വേറൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജയാൻഡസ് സൈനിങ് ഓഫ്. ബൈ.